നിങ്ങൾ എപ്പോഴെങ്കിലും ആർട്ട് ഗാലറിയോ അല്ലെങ്കിൽ പെയിൻറ്റിങ് എക്സിബിഷനോ ഒക്കെ കാണാൻ പോയിട്ടുണ്ടോ? പോകാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എത്ര സമയം വരെ നിങ്ങൾ അവിടെ ചെലവഴിക്കും? ഏതെങ്കിലും ഒരു പെയിൻറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് എത്ര സമയം വരെ നോക്കി നിൽക്കാൻ പറ്റും? ലോകത്തിലെ മനുഷ്യൻ്റെ ആവറേജ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 8 സെക്കൻഡാണ്. വെറും 8 സെക്കൻഡ്. നിങ്ങൾ സ്ലോ ലുക്കിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആർട്ട് ഗാലറി പെയിൻറ്റിങ് ഒക്കെ നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് സ്ലോ ലുക്കിംഗ് എന്നാണ്. അതിന് സ്ലോ ലുക്കിംഗ് എന്താണ്? സ്ലോ ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പെയിൻറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓബ്ജക്റ്റിലേക്ക് 10 മിനിറ്റെങ്കിലും നോക്കി നിൽക്കണം. അപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റാത്ത പലതും കാണാൻ തുടങ്ങും അതിനകത്ത്. അതുവരെ നമുക്ക് ധാരണയില്ലാത്ത പല സംഗതികളും നമ്മളുടെ മനസ്സിലേക്ക് വരും. അതിനെ നമ്മൾ നിർവചിക്കാൻ തുടങ്ങും. അതിൻ്റെ കളർ പാറ്റേൺ ആയാലും അതിൻ്റെ കളർ കോമ്പിനേഷൻ ആയാലും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. അതിന് പിന്നിലുള്ള ചരിത്രം ഒരുപക്ഷെ നമ്മൾ അന്വേഷിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്വയം അത് ഇമാജിൻ ചെയ്തെടുക്കും. അങ്ങനെ ഒത്തിരി നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തലത്തിലേക്ക് സംഗതികൾ ചെന്നെത്തും എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും, അമേരിക്കൻ പോപ്പ് ആർട്ടിസ്റ്റ് ആൻഡി വാർഹോളിൻ്റെ ഒരു വിഖ്യാതമായ സൃഷ്ടിയുണ്ട്. അതിനെ ദ മെർലിൻ ഡിപ്റ്റിക് എന്നാണ് പറയുന്നത്. അതായത് മെർലിൻ മൺറോയെ നിങ്ങൾക്കറിയാം. അവരുടെ 50 ചിത്രങ്ങൾ സിൽക്ക് സ്ക്രീൻ പെയിൻറ്റിങ്ങിൽ ഇദ്ദേഹം നിർമ്മിച്ചു. 50 ചിത്രങ്ങൾ. അത് അദ്ദേഹം നിർമ്മിച്ചത് ഇങ്കും അക്രീലിക് പെയിൻറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻവാസിൽ സിൽക്ക് സ്ക്രീനിൽ അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത വിഖ്യാതമായ സൃഷ്ടിയാണ് ദ മെർലിൻ ഡിപ്റ്റിക്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്തേക്ക് ഒരു 10-15 മിനിറ്റെങ്കിലും നോക്കി നിന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ വായിച്ചെടുക്കാൻ പറ്റും. ആ ഒരു സൃഷ്ടിയാണ് നിങ്ങളുടെ സ്ക്രീനിന് മുന്നിലുള്ളത്. നിങ്ങളത് ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഒരു മനുഷ്യൻ്റെ പലതരത്തിലുള്ള പബ്ലിക് ഹാപ്പിനെസ് ഫിഗറും അതേപോലെ തന്നെ പ്രൈവറ്റ് കുറച്ചും കൂടി ഡിമ്മായിട്ടുള്ള അല്ലെങ്കിൽ സോറോ എല്ലാം കലർന്നിട്ടുള്ള ദുഃഖങ്ങളും പരിമിതികളും എല്ലാം കലർന്നിട്ടുള്ള ഒരു ഡാർക്ക് സൈഡും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ചിത്രത്തിലേക്കും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണാത്ത പലതും നിർവചിക്കാൻ തുടങ്ങും. അതിൻ്റെ കളർ കോമ്പിനേഷൻ ആയാലും നേരത്തെ പറഞ്ഞ പോലെ മെർലിൻ മൺറോയുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ നിങ്ങൾ തന്നെ അത് ഇമാജിൻ ചെയ്യും. അങ്ങനെ ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് ഇത് നിങ്ങളെ കൊണ്ടെത്തിക്കും. അപ്പോൾ നമ്മളുടെ വിഷയം ഈ മെർലിൻ മൺറോയുടെ ഈ ഒരു സൃഷ്ടിയല്ല. നമ്മളുടെ വിഷയം ഈ സ്ലോ ലുക്കിംഗ് എന്ന് പറയുന്ന ആർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ എക്കണോമിക്സിലും ഫിനാൻസിലും ഈ സ്ലോ ലുക്കിങ്ങിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ എന്നുള്ളതാണ്. എക്സ്പേർട്ടായിട്ടുള്ള മാർക്കറ്റിംഗ് അനലിസ്റ്റുകൾ പറയുന്നത് ഈ സ്ലോ ലുക്കിംഗ് ടെക്നിക്ക് നമ്മൾ മാർക്കറ്റിങ്ങിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വേറെ തന്നെ ആയിരിക്കുന്നതാണ്. അതായത് കസ്റ്റമേഴ്സ് ഒരു സാധനം വാങ്ങാൻ ഷോപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവർക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് കാണുന്നതിനും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അവസരം കൊടുക്കണം. സ്ലോ ലുക്കിങ്ങിനുള്ള അവസരം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒരു 10 മിനിറ്റെങ്കിലും ആ ഒരു ഒബ്ജക്റ്റിലേക്ക് അവർ നോക്കി നിൽക്കട്ടെ. അപ്പോൾ അവർക്ക് അതിൻ്റെ പലതരത്തിലുള്ള ഡൈമെൻഷൻസും മനസ്സിലാകും. ഉദാഹരണത്തിന് ഒരു കാറ് വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്കത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നോക്കി നിൽക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുക. അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു ഫങ്ഷണലായിട്ട് നിങ്ങൾ അതിനുള്ളൊരു സജ്ജീകരണം ഒരുക്കുക, ഫോർമലായിട്ട് തന്നെ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഡിസൈൻ ആയാലും അതിൻ്റെ അകത്തുള്ള ഫെസിലിറ്റീസ് ആയാലും അതിൻ്റെ കളർ, അതിൻ്റെ സ്റ്റൈല് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാനും അത് ഒരു 10 മിനിറ്റെങ്കിലും അവർ കണ്ട് ആസ്വദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനും മാത്രമല്ല അത് ഇഷ്ടപ്പെടാനും തുടങ്ങും. അപ്പോൾ അതൊരു ഒരു ബയ്യിങ് കൺവേർഷൻ ഒരു 30%, 25% ഒക്കെ ഉള്ള ഒരു കസ്റ്റമറാണ് വരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബയ്യിങ് കൺവേർഷൻ ഒരു 90-ലേക്കോ അല്ലെങ്കിൽ 100-ലേക്കൊക്കെ എത്തിക്കാൻ പറ്റുമെന്നാണ് മാർക്കറ്റിംഗ് എക്സ്പേർട്ടുകൾ പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള വാച്ച് ആയിക്കോട്ടെ, ഹാൻഡ് ബാഗ് ആയിക്കോട്ടെ, ഷർട്ട് ആയിക്കോട്ടെ, അവർക്ക് അതിനുള്ള അവസരം കൊടുക്കുക. അപ്പോൾ അവരത് കൃത്യമായിട്ട് നിരീക്ഷിച്ച് കൃത്യമായിട്ട് അതിൻ്റെ ഓരോ പാറ്റേണുകളും മനസ്സിലാക്കി ഓരോ സ്പെസിഫിക്കേഷൻസും മനസ്സിലാക്കി ഒരു പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടാത്ത ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ലോ ലുക്കിംഗ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും അവരത് വാങ്ങിച്ചു പോകും. ബയ്യിങ് കൺവേർഷൻ ഒരുപാട് കൂട്ടാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു സജ്ജീകരണം നിങ്ങൾ ഒരുക്കണം. അതായത് ആർട്ട് ഗാലറികളിലും പെയിൻറ്റിങ് എക്സിബിഷനുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള അവസരമുണ്ട് സ്ലോ ലുക്കിങ്ങിനുള്ള. അതുപോലെ ഈ ഷോറൂമുകളിൽ, ഷോപ്പുകളിൽ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു അവസരം ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ബയ്യിങ് കൺവേർഷൻ കൂട്ടാൻ പറ്റും എന്നാണ് മാർക്കറ്റിംഗ് എക്സ്പേർട്സുകൾ പറയുന്നത്.